ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് പേര് ഉപയോഗിച്ച് വരുന്നതാണ് ഈ വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വരാവുന്ന കുറച്ച് സംശയങ്ങൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു വൈറ്റമിൻ സി സിറം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ എന്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് പെയറായിട്ട് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാം, അതേപോലെ ഏതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഉപയോഗിക്കാതിരിക്കേണ്ടതുണ്ട്. പിന്നെ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ എങ്ങനെയാണ് ഈ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കണം. ഫേസ് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ സിറം നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആവും. പിന്നെ സിറം ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ഇത് സിറം അപ്ലൈ ചെയ്യുക. ഒരു 2 to 3 ഡ്രോപ്സിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. കൂടുതലായെന്ന് വിചാരിച്ചിട്ട് എഫക്റ്റ് കൂടുകയൊന്നുമില്ല. പിന്നെ കൈകൊണ്ട് ഡാബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ സിറം കയ്യിലേക്ക് എടുത്ത് അത് റബ്ബ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഫേസിൽ മാത്രമല്ല നെക്ക് ഏരിയയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പറയുന്നത് എപ്പോഴാണ് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടതെന്നാണ്. സാധാരണയായിട്ട് പറയുന്നത് മോർണിംഗ് ഈവനിങ്ങും ഉപയോഗിക്കാമെന്നാണ്. ഡെയിലി 2 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ ഡേ ടൈമിൽ നല്ല രീതിക്കൊക്കെ ഒരു വെയിൽ കൊള്ളേണ്ട ഒരു സാഹചര്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഈവനിങ് മാത്രമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടേത് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ പതുക്കെ വേണം. പതുക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് ഉപയോഗിക്കാം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ പെയറായിട്ട് വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് സ്കിന്നിന് കൂടുതൽ ബെനിഫിറ്റ് തരും. അങ്ങനെ ബെനിഫിറ്റ് തരുന്ന 3 കോമ്പിനേഷൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വൈറ്റമിൻ സി സിറത്തിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു സിറാണ് ഹൈലറോണിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സും നമ്മുടെ ഹൈലറോണിക് ആസിഡിന്റെ ഹൈഡ്രേറ്റിംഗ് പവറും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടും. ആദ്യം ക്ലെൻസ് ചെയ്ത സ്കിന്നിലേക്ക് വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് നന്നായിട്ട് അബ്സോർബ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഹൈലറോണിക് ആസിഡ് ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് വൈറ്റമിൻ സി സിറത്തിന്റെ കൂടെ പെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് 5% നയാസിനമൈഡ് ആണ്. ക്ലെൻസ്ഡ് സ്കിന്നിലേക്ക് ആദ്യം വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുക. എന്നിട്ട് 5% നയാസിനമൈഡ് സിറം ഉപയോഗിക്കുക. അടുത്തായിട്ട് വൈറ്റമിൻ സിയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ആൽഫ അർബുറ്റിൻ. ആൽഫ അർബുറ്റിനും ഈ ഒരു വൈറ്റമിൻ സിയും കൂടി വരുന്ന ഈ ഒരു കോമ്പിനേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡൾനെസ് ഇതിനൊക്കെ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. കൂടാതെ ഡാർക്ക് സ്പോട്ട്, ഡിസ്കളറേഷൻ ഇതൊക്കെ ഫേഡ് ആവാനും സ്കിൻ ടോൺ ഈവൻ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലെൻസ്ഡ് ഫേസിലേക്ക് ആദ്യം ആൽഫ അർബുറ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുക. ഇനി പറയുന്നത് വൈറ്റമിൻ സിയുടെ കൂടെ മിക്സ് ചെയ്യാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തത് റെറ്റിനോളിൻ്റെ കൂടെ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാർഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഈ 2 സിറം ഉപയോഗിക്കുന്നവർ ഒന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ AM PM അങ്ങനെയായിട്ട് ഉപയോഗിക്കാം. വൈറ്റമിൻ സി സിറത്തിൻ്റെ കൂടെ അടുത്തായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത് 10% നയാസിനമൈഡ് ആണ്. നേരത്തെ പറഞ്ഞു 5% നയാസിനമൈഡ് വൈറ്റമിൻ സി സിറത്തിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്ന്. 5% കോൺസെൻട്രേഷനിൽ കൂടുതലുള്ള നയാസിനമൈഡ് നമ്മൾ വൈറ്റമിൻ സി സിറത്തിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പം നമ്മുടെ സ്കിന്നിന് അത് കൂടുതൽ ഇറിറ്റേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ സിയുടെ കൂടെ പെയർ ചെയ്യുന്ന സമയത്ത് 5% കൂടുതൽ കോൺസെൻട്രേഷനുള്ള നയാസിനമൈഡ് ഉപയോഗിക്കാതിരിക്കുക. അടുത്തായിട്ട് വൈറ്റമിൻ സി സിറം പെയർ ചെയ്യാൻ പാടില്ലാത്തത് സാലിസിലിക് ആസിഡ് സിറത്തിൻ്റെ കൂടെയാണ്. ഈ ഒരു കോമ്പിനേഷൻ സ്കിന്നിന്റെ pH ബാലൻസിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യുക. ഈ 2 സിറം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗിലും നൈറ്റിലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇനി പറയുന്നത് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വൈറ്റമിൻ സി സിറം എപ്പോഴും ഒരു ഡാർക്ക് പ്ലേസിൽ സൂക്ഷിക്കുക. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ആ ഒരു സ്ഥലത്തൊന്നും വെക്കാതിരിക്കുക. ഇങ്ങനെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും, അത് ഇൻഎഫക്റ്റീവ് ആവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുന്നോട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.